ഓക്കെ, അപ്പോൾ നമ്മളിന്ന് നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ബോട്ടം അപ്പ് ഇവാലുവേഷൻ ഓഫ് എസ് ആട്രിബ്യൂട്ടഡ് ഡെഫിനിഷൻ ആണ്. നമുക്കിത് യൂണിവേഴ്സിറ്റിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നതാണ് ബോട്ടം അപ്പ് ഇവാലുവേഷൻ ഓഫ് എസ് ആട്രിബ്യൂട്ടഡ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ബോട്ടം അപ്പ് ഇവാലുവേഷൻ ഓഫ് എസ് ആട്രിബ്യൂട്ടഡ് ഡെഫിനിഷൻ പഠിക്കുമ്പോൾ നമുക്ക് 3 കാര്യങ്ങളാണ് നോക്കേണ്ടത്. അതായത് എ ട്രാൻസ്ലേറ്റർ ഓഫ് എസ് ആട്രിബ്യൂട്ടഡ് ഡെഫിനിഷൻ ഇംപ്ലിമെൻറ്റഡ് യൂസിങ് LR പാഴ്സർ ജനറേറ്റർ. നമ്മൾ LR പാഴ്സർ ജനറേറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ദെൻ ബോട്ടം അപ്പ് പാഴ്സർ ഈസ് യൂസ്ഡ് ടു പാഴ്സ് ദ ഇൻപുട്ട് സ്ട്രിങ്. നമ്മൾ ബോട്ടം അപ്പ് പാഴ്സർ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്, നമ്മുടെ ഇൻപുട്ട് സ്ട്രിങ്ങിനെ പാഴ്സ് ചെയ്യാനായിട്ട്. ദെൻ സ്റ്റാക്ക് ഈസ് യൂസ്ഡ് ടു ഹോൾഡ് ദ വാല്യൂസ്. നമുക്ക് വാല്യൂസ് ഹോൾഡ് ചെയ്യാനായിട്ട് നമ്മൾ എന്തിനേയും ഉപയോഗിക്കും, സ്റ്റാക്കിനെയും ഉപയോഗിക്കും. അതായത് നമ്മൾ സിമ്പിൾസിനെ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ വാല്യൂസ് ഉൾപ്പെടെ നമ്മൾ സ്റ്റാക്കിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പുഷ് ചെയ്യുന്നുണ്ട്. ദെൻ അവിടെ നിന്നായിരിക്കും ഓരോ എലമെൻറ്റിനെ നമ്മളെടുത്ത് പ്രോസസ്സ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ ബോട്ടം അപ്പ് ഇവാലുവേഷൻ ഓഫ് എസ് ആട്രിബ്യൂട്ടഡ് ഡെഫിനിഷൻ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ദ ട്രാൻസ്ലേറ്റർ ഓഫ് എസ് ആട്രിബ്യൂട്ടഡ് ഡെഫിനിഷൻ ഇംപ്ലിമെൻറ്റഡ് യൂസിങ് LR പാഴ്സർ ജനറേറ്റർ വെച്ചിട്ടായിരിക്കും നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. എ ബോട്ടം അപ്പ് പാഴ്സർ ഈസ് യൂസ്ഡ് ടു പാഴ്സ് ദ ഇൻപുട്ട് സ്ട്രിങ്ങിനെ പാഴ്സ് ചെയ്യാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ദെൻ സ്റ്റാക്കിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, വാല്യൂസ് ഹോൾഡ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ബോട്ടം അപ്പ് ഇവാലുവേഷൻ ഓഫ് എസ് ആട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് സെറ്റ് ഓഫ് പ്രൊഡക്ഷൻസ് ഉണ്ട്. ദെൻ അതുപോലെ സിമാൻറ്റിക് റൂളും ഉണ്ട്. ഇനി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് 23 × 5 + 4 ആയിരിക്കും. അപ്പോൾ എനിക്ക് എത്ര കോളംസ് ഉണ്ട്, ഇൻപുട്ട് എന്ന് പറയുന്നൊരു കോളമുണ്ട്, സ്റ്റാക്ക് എന്ന് പറയുന്നൊരു കോളമുണ്ട് കേട്ടോ. ഇത് സ്റ്റാക്കാണ്. സ്റ്റാക്ക് എന്ന് പറയുന്നൊരു കോളമുണ്ട്, ദെൻ വാല്യൂ ഉണ്ട്, ദെൻ പ്രൊഡക്ഷൻസ് യൂസ്ഡും ഉണ്ട്. ഫസ്റ്റ് ഞാൻ എൻ്റെ ഇൻപുട്ടിനെ എടുത്ത് ഇവിടെ പ്ലേസ് ചെയ്തു, ഇൻപുട്ട് എന്ന് പറയുന്ന കോളത്തിൽ പ്ലേസ് ചെയ്തു. അപ്പോൾ ഇവിടെ യൂഷ്വലി നമ്മൾ പഠിച്ചതുപോലെ തന്നെ ഇവിടെ എവിടെ നിന്നായിരിക്കും, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കായിരിക്കും നമ്മൾ ഇൻപുട്ടിനെ സ്കാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇൻപുട്ട് എടുത്ത് എഴുതുന്ന സമയത്ത് നമ്മുടെ സ്റ്റാക്കും വാല്യൂയും പ്രൊഡക്ഷൻസ് യൂസ്ഡും എല്ലാം എന്താണ്, എംപ്റ്റി ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പോയിന്റർ എന്തിനെയാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്, 2നെയാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ 2നെ എടുത്ത് സ്റ്റാക്കിലേക്ക് വെച്ചു. ഓക്കെ, ദെൻ 2നെ സ്റ്റാക്കിലേക്ക് വെക്കുമ്പോൾ സ്റ്റാക്ക് ടോപ്പിലുള്ള എലമെൻറ്റിനല്ലേ നമ്മളെപ്പോഴും പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ നോക്കിയപ്പോൾ അത് ഡിജിറ്റാണ്. ഡിജിറ്റിനെ എനിക്ക് എന്താക്കാം, ബോട്ടം അപ്പ് ഇവാലുവേഷനാണ്. അപ്പോൾ എനിക്ക് I ആക്കി കൺവേർട്ട് ചെയ്യാം. നോക്കിയേ, ലെക്സ് വാല്യൂ എന്ന് പറയുന്നത് ദെൻ വാല്യൂ ടോപ്പ് ആകും അല്ലേ. ദെൻ വാല്യൂ ടോപ്പിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ലെക്സ് വാല്യൂവിനെ എടുത്ത് പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഏതാണ് അവിടെ ഉപയോഗിക്കുന്ന പ്രൊഡക്ഷൻസ്, I ഗീവ്സ് ഡിജിറ്റ് ആണ്. അപ്പോൾ ഞാൻ ഇവിടെ വേറെ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. 3 × 5 + 4 അതുപോലെ എടുത്തെഴുതി. ദെൻ ഇവിടെ ഞാൻ 2ന് പകരം എന്ത് വെച്ചു, ദാറ്റ് ഈസ് ഡിജിറ്റ് I ആണ് വെച്ചു. ദെൻ വാല്യൂ എന്ന് പറയുന്നത്, ഇപ്പോൾ വാല്യൂ ടോപ്പിൽ എന്താണ് ഇരിക്കുന്നത്, 2 ആണ് ഇരിക്കുന്നത്. ഞാൻ ഇവിടെ ഉപയോഗിച്ച പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് I ഗീവ്സ് എന്താണ്, ഡിജിറ്റ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഫസ്റ്റ് സ്റ്റാക്കിലിരുന്ന് 2 എന്ന് പറയുന്നതിനെ ഞാൻ പ്രോസസ്സ് ചെയ്തു. ഇപ്പോൾ വാല്യൂ ടോപ്പിൽ എന്താണ്, ലെക്സ് വാല്യൂ ആയിട്ടുള്ള 2 ആണ് ഇരിക്കുന്നത്. സോ ഞാൻ I വെച്ചിട്ട് റീപ്ലേസ് ചെയ്തു. ഇനി നെക്സ്റ്റ് ഞാൻ അടുത്ത് പ്രോസസ്സ് ചെയ്യുന്നത് ഏതിനെയാണ്, 3 ആണ്. അപ്പോൾ ഞാൻ അതിനെ എന്ത് ചെയ്തു, എൻ്റെ സ്റ്റാക്ക് ടോപ്പിലേക്ക് വെച്ചു. അപ്പോൾ ഞാൻ എവിടെയാണ് എഴുതുന്നത്, I കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ 3യെ എന്ത് ചെയ്യുന്നത്, പ്ലേസ് ചെയ്യുന്നത് അല്ലേ. ഇവിടെ 2 തന്നെയാണ്, ഇവിടെ ഞങ്ങൾ ഒന്നും ഉപയോഗിച്ചില്ല, ജസ്റ്റ് ഞാൻ 3യെ എന്ത് ചെയ്തു, സ്റ്റാക്കിലേക്ക് എടുത്ത് പ്ലേസ് ചെയ്തതേ ഉള്ളൂ. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇൻറ്റു 5 $4 അതുപോലെ തന്നെ പോയിന്റർ ഇപ്പോഴും നമ്മുടെ സ്റ്റാർ ഓപ്പറേറ്റർ തന്നെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ എനിക്ക് I3 എന്ന് വന്നു. സോ അപ്പോൾ I3 എന്ന് പറയുമ്പോൾ ആക്ച്വലി നമ്മളിവിടെ 2 വന്നപ്പോൾ നമ്മൾ ഡിജിറ്റ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്തു അല്ലേ. ഇനി I3 എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റും, നോക്കിയേ E ഗീവ്സ് I ഡിജിറ്റ് എന്നാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ I എന്ന് പറയുന്നത് ഓക്കെ എനിക്കിവിടെ ഉണ്ട്, ഡിജിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ലെക്സ് വാല്യൂ ആണ്, അതും എനിക്കിവിടെ ഉണ്ട് അല്ലേ, 3. അപ്പോൾ ഞാൻ ഇവിടെ എന്ത് ചെയ്തു, ഈ I3 എന്ന് പറയുന്നതിനെ ഞാൻ E വെച്ചിട്ട് എന്ത് ചെയ്തു, റീപ്ലേസ് ചെയ്തു. ആ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, വാല്യൂ ടോപ്പിൽ 10 × വാല്യൂ ടോപ്പ്. ഇപ്പോൾ വാല്യൂ ടോപ്പിൽ കറൻ്റ്ലി എന്താണ് ഉണ്ടായിരുന്നത്, 2 ആണ് ഉണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ എന്താണ് 10 × 2 പ്ലസ് ലെക്സ് വാല്യൂ 3. അപ്പോൾ എന്ത് കിട്ടും, 10 × 2 എന്ന് പറയുമ്പോൾ 20 + 3 അപ്പോൾ 23 എന്ന് കിട്ടും. സോ അപ്പോൾ ഞാൻ ഇവിടെ എന്തിനെ പ്ലേസ് ചെയ്തു, 23യെ പ്ലേസ് ചെയ്തു. ഓക്കെ, ദെൻ ഇവിടെ ഞാൻ ഉപയോഗിച്ച പ്രൊഡക്ഷൻ E ഗീവ്സ് എന്താണ്, I ഡിജിറ്റ് ആണ്. ഡൗട്ട് ഉണ്ടോ, അതായത് ഇവിടെ ഇൻറ്റു 5 + $4 അത് അതുപോലെ തന്നെ റീറ്റെയിൻ ചെയ്തു. ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്ന ചേഞ്ച് എന്ന് പറയുന്നത് I3യെ എൻ്റെ ഈ പ്രൊഡക്ഷൻ നമ്പർ 6 ഉപയോഗിച്ചുകൊണ്ട് ഞാൻ അതിനെ എന്താക്കി, E ആക്കി ചേഞ്ച് ചെയ്തു, റീപ്ലേസ് ചെയ്തു. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഓപ്പറേഷൻ എന്താണ്,
10 ഇൻറ്റു വാല്യൂ ടോപ്പ് പ്ലസ് ലെക്സ് വാല്യൂ ചെയ്യേണ്ടത്. സോ 10 ഇൻറ്റു വാല്യൂ ടോപ്പ് എന്ന് പറയുന്നത് എന്താണ് 2 ആണ്, പ്ലസ് അവിടുത്തെ ലെക്സ് വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ എനിക്ക് 23 എന്ന് കിട്ടി. അപ്പോൾ എനിക്കിവിടെ ഇയും കിട്ടി. ഇനി നെക്സ്റ്റ് ഞാൻ എന്താണ് $5 + $4 ഞാൻ എൻ്റെ ഈ ഇൻറ്റു എന്ന് പറയുന്ന എൻ്റെ സ്റ്റാർ ഓപ്പറേഷനെ ഇങ്ങോട്ടേക്ക് എടുത്തു ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ സ്റ്റാർ ഓപ്പറേഷനെ ഇങ്ങോട്ടേക്ക് എടുത്ത് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ വാല്യൂവിലൊരു എന്തുവാണ് ഒരു ജസ്റ്റ് ഒരു ഹൈഫൺ ഇട്ട് നമ്മൾ കാണിക്കണം. കാരണം ഇതൊരു ഓപ്പറേറ്റർ ആണല്ലേ, ഒരു ഹൈഫൺ ഇട്ട് കാണിക്കണം. ഇവിടെ എനിക്ക് പ്രൊഡക്ഷനിൽ ഞാൻ ഒന്നും എന്ത് ചെയ്തില്ല, ഉപയോഗിച്ചില്ല. ഇനി എനിക്ക് ഇയും ഇൻറ്റുവും വെച്ചിട്ട് ഒന്നും പെർഫോം ചെയ്യാൻ പറ്റത്തില്ല അല്ലേ, ഇയും ഇൻറ്റുവും മാത്രമായിട്ടുള്ള റൂളൊന്നും എനിക്കിവിടെ ഇല്ല. അപ്പോൾ ഞാൻ നെക്സ്റ്റ് എന്ത് ചെയ്തു, ഞാൻ 5 എന്ന് പറയുന്ന ടേമിനെയും കൂടി എടുത്തു. എൻ്റെ പോയിൻ്റ് ഒരു പ്ലസ്സിലേക്ക് വരും. അപ്പോൾ ഇ ഇൻറ്റു 5 എന്ന് വരും. സോ അപ്പോൾ അവിടെയും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, വേറൊന്നും പെർഫോം ചെയ്തില്ല. ഇത് ഇതുപോലെ തന്നെ ഇരിക്കട്ടെ, ഇവിടെയും അതുപോലെ തന്നെ നമ്മൾ പ്ലേസ് ചെയ്തു. ഇനി നോക്കിയേ, നമുക്ക് ഇ ഇൻറ്റു 5 എന്ന് പറഞ്ഞിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. നമുക്ക് ഇ ഇൻറ്റു ഇ എന്ന് പറഞ്ഞിട്ട് മാത്രമേ നമുക്ക് റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അല്ലേ. ഇ ഇൻറ്റു ഇ എന്ന് പറഞ്ഞിട്ട് മാത്രമേ നമുക്ക് റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇനി ഇവിടെ എന്ത് ചെയ്യണം, എനിക്ക് ഇ ഇൻറ്റു ഇയെ എനിക്ക് എന്ത് ചെയ്യേണ്ടി വരും, മാറ്റേണ്ടി വരും, എനിക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും. ഇവിടെ ബ്രാക്കറ്റ് ഇല്ല കേട്ടോ. ഓക്കെ, ഇ ഇൻറ്റു ഇയെ എനിക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ ഇവിടെ എന്ത് ചെയ്തു, എനിക്ക് എങ്ങനെ എഴുതാം, എനിക്ക് ഏത് പ്രൊഡക്ഷൻസ് വെച്ചിട്ട് എഴുതാം. ഇവിടെ ബ്രാക്കറ്റ് കിടന്നാലും പ്രശ്നമൊന്നുമില്ല, കാരണം നമ്മൾ തൽക്കാലം ആ പ്രൊഡക്ഷൻ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇട്ടിരുന്നാലും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കൺഫ്യൂഷൻ വരാനായിട്ട് ഞാൻ ജസ്റ്റ് വരാതിരിക്കാനായിട്ട് മാറ്റിയെന്നേ ഉള്ളൂ, ഇട്ടുകൊണ്ട് ഉപയോഗമൊന്നുമില്ല. അപ്പോൾ എനിക്കിവിടെ ഒരു പ്രൊഡക്ഷൻ തന്നിട്ടുണ്ട്. എന്താണ്, ഐ എനിക്ക് എന്താക്കി മാറ്റാം, ഇ ആക്കി മാറ്റാം അല്ലേ. ഐ എനിക്ക് ഇ ആക്കി മാറ്റാൻ പറ്റുന്ന ഒരു പ്രൊഡക്ഷൻ ഇവിടെ എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ഞാൻ നെക്സ്റ്റ് എന്താക്കി മാറ്റും, ആദ്യം എനിക്ക് എന്ത് ചെയ്യണം, അങ്ങനെയാണെങ്കിൽ ഡിജിറ്റിനെ എനിക്ക് എന്താക്കണം, ഐ ആക്കണം. ഐ ആക്കുമ്പോൾ ആ ഐ എനിക്ക് എന്താക്കാം, ഇ ആക്കാം. അപ്പോൾ ഇവിടെ നോക്കി കണ്ടോ, ഡിജിറ്റിനെ എനിക്ക് ഐ ആക്കി, ഐ എനിക്ക് എന്താക്കാൻ പറ്റും, ഇ ആക്കാനായിട്ട് പറ്റും. മനസ്സിലായോ? കാരണം ഇ ഇൻറ്റു 5 എന്ന് വരുമ്പോൾ എനിക്ക് എന്താണ്, ഇ ഇൻറ്റു 5ന് എനിക്ക് ഡയറക്റ്റായിട്ട് ഇവിടെ മാറ്റാൻ പറ്റുന്ന പ്രൊഡക്ഷൻസ് ഒന്നും ഇല്ല. അപ്പോൾ എനിക്ക് ഏത് ഫോമിൽ കൊണ്ടുപോയാലേ ചേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇ ഇൻറ്റു ഇ എന്ന് പറയുന്ന ഫോമിൽ കൊണ്ടുപോയാലേ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ ഞാനിവിടെ അതുകൊണ്ട് എന്ത് ചെയ്തു, എൻ്റെ ഡിജിറ്റിനെ ഞാൻ ഫസ്റ്റ് എന്താക്കി മാറ്റണം, ഐ ആക്കി മാറ്റണം. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇവിടെ എൻ്റെ ഇൻപുട്ടിൽ ചേഞ്ച് ഒന്നുമില്ല, ഇപ്പോഴും അത് പ്ലസ്സിൽ തന്നെയാണ് എൻ്റെ പോയിൻ്റർ വെയിറ്റ് ചെയ്യുന്നത്. ഞാൻ ഇ ഇൻറ്റു ഐ ആക്കി, എന്നിട്ടിവിടെ 23 ഹൈഫൺ എന്ത് വന്നു, 5 വന്നു. ഇവിടുത്തെ ആ ഓപ്പറേറ്റർ കാണിക്കാനാണ് ഇവിടെ ഹൈഫൺ ഇട്ടിരിക്കുന്നത്. ദെൻ ഇവിടെ ഐ ഗീവ്സ് ഡിജിറ്റ് ആണ് എൻ്റെ എന്താണ് പ്രൊഡക്ഷൻ ഞാൻ ഉപയോഗിച്ചത്. ഇനി ഞാൻ എന്ത് ചെയ്യണം, ഈ ഐയെ ഞാൻ ഇ ആക്കണം. അപ്പോൾ ഇവിടെ വീണ്ടും എൻ്റെ ഇൻപുട്ടിൽ ചേഞ്ച് ഒന്നുമില്ല, പോയിൻ്റർ കറൻ്റ്ലി പ്ലസ്സിനെയാണ് പോയിൻ്റ് ചെയ്യുന്നത്. ഇ ഇൻറ്റു ഈ ഐയെ ഞാൻ എന്താക്കി, ഇ ആക്കി. സോ അപ്പോൾ ഇവിടെ എനിക്ക് എന്ത് കിട്ടും, 23-5 വേറെ ചേഞ്ച് ഒന്നുമില്ല വാല്യൂവിൽ. ദെൻ ഇവിടെ ഞാൻ ഉപയോഗിച്ചത് ഇ ഗീവ്സ് ഐ ആണ്. അപ്പോൾ ഇ ഇൻറ്റു ഇ വരുമ്പോഴത്തേക്കും എന്താ പറഞ്ഞിരിക്കുന്നത്, ഇ ഇൻറ്റു ഇ എനിക്ക് ഇ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റുമല്ലേ. സോ അപ്പോൾ $+4 അതിന് വേറെ ചേഞ്ച് ഒന്നുമില്ല. ദെൻ ഇ ഇൻറ്റു ഇയെ ഞാൻ ഇ ആക്കി. അപ്പോൾ അവിടെ കറസ്പോണ്ടിങ് എന്താ പറഞ്ഞിരിക്കുന്നത്, വാല്യൂ ടോപ്പും വാല്യൂ ടോപ്പ് -2 കൂടി എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യണം, 23 ഇൻറ്റു 5 പെർഫോം ചെയ്യണം. സോ അപ്പോൾ ഞാനിവിടെ 23 ഇൻറ്റു 5 പെർഫോം ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, 115 എന്ന് കിട്ടും. ഓക്കെ, ദെൻ ഇ ഗീവ്സ് എന്താണ്, ഇ ഇൻറ്റു ഇ. നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്തു, ഞാൻ ഈ പ്ലസ്സിനെ ഇങ്ങോട്ടേക്ക് എടുത്തു. ഓക്കെ, അപ്പോൾ വീണ്ടും ഒരു ഓപ്പറേറ്റർ വന്നതുകൊണ്ട് ഇവിടെ ഒരു ഹൈഫൺ, ഇവിടെ ഞാൻ വേറൊന്നും പെർഫോം ചെയ്തില്ല. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഇ പ്ലസ് ഞാൻ 4നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു അല്ലേ. അപ്പോൾ എന്താണ്, ഇ പ്ലസ് 4നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. ഇവിടെ വാല്യൂലൊന്നും പെർഫോം ചെയ്തിട്ടില്ല, പ്രൊഡക്ഷൻസും ഒന്നും ഉപയോഗിച്ചില്ല. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഡോളർ അതുപോലെ തന്നെ ഇട്ടു. ഇനി ഇ പ്ലസ് ഈ 4നെ ഞാൻ പ്രീവിയസ്ലി ചെയ്തതുപോലെ ഫസ്റ്റ് ഐ ആക്കും. അപ്പോൾ 114 ഇവിടെ ഹൈഫൺ 4 എന്ന് വരും. ഇവിടെ ഞാൻ ഉപയോഗിച്ചത് ഐ ഗീവ്സ് എന്താണ്, ഡിജിറ്റ് എന്ന് പറയുന്നതാണ്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താണ്, ഈ ഡിജിറ്റിനെ ഞാൻ എന്താക്കി മാറ്റും, ഇ ആക്കി മാറ്റും. സോ അപ്പോൾ 115 ഹൈഫൺ
4, then E gives I എന്ന് പറയുന്ന പ്രൊഡക്ഷനാണ് ഉപയോഗിച്ചത്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ E പ്ലസ് ഇയെ ഞാൻ E ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, വാല്യൂ ടോപ്പും വാല്യൂ ടോപ്പ് മൈനസ് 2 കൂടെ പ്ലസ് ചെയ്യുക. ദാറ്റ് ഈസ് 115 പ്ലസ് എന്ത് പെർഫോം ചെയ്യുക, 4 പെർഫോം ചെയ്യുക. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും, 119 കിട്ടി. അപ്പോൾ അവിടെ ഞാൻ എന്ത് ഓപ്പറേഷനാണ് പെർഫോം ചെയ്തത്, E ഗീവ്സ് E പ്ലസ് ഇ എന്ന് പറയുന്ന ഓപ്പറേഷനാണ് പെർഫോം ചെയ്തത്. ഓക്കെ, ഇനി ഞാൻ നെക്സ്റ്റ് എന്ത് ചെയ്തു, എൻ്റെ അടുത്ത സ്റ്റെപ്പ്, ഇവിടെ എല്ലാം ഡോളർ ഉണ്ട് കേട്ടോ, അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ഇവിടെ ഡോളറിന് ഇങ്ങോട്ടേക്ക് പ്ലേസ് ചെയ്തു. ദെൻ 119 ആണ്, ഇവിടെ ഒന്നുമില്ല. സോ ഈ ഡോളറിന് ഇങ്ങോട്ട് പ്ലേസ് ചെയ്യുമ്പോൾ ഈ എസ് കിട്ടി. ദാറ്റ് മീൻസ് പ്രിൻറ്റ് ഓൺ ദ വാല്യൂ ടോപ്പിലുള്ളതിന് എന്ത് ചെയ്യുക, പ്രിൻറ്റ് ചെയ്യുക. അപ്പോൾ എസ്സിനെ ഇവിടെ വെച്ചു. ദെൻ ഈ 119നെ ഞാനിപ്പോൾ പ്രിൻറ്റ് ചെയ്യും. അതിനുപയോഗിച്ചത് ഇ ഗീവ്സ് എന്താണ്, എസ് ഗീവ്സ് ഇ ഡോളർ. സോ ഇപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ബോട്ടം അപ്പ് ഇവാലുവേഷൻ ഓഫ് എസ് ആട്രിബ്യൂട്ടഡ് ഡെഫിനിഷൻ ചെയ്യുന്നത്. വളരെ എളുപ്പമാണ്. കറസ്പോണ്ടിങ് നമ്മൾ മുന്നത്തെ മൊഡ്യൂളിൽ, നമ്മൾ തേർഡ് മൊഡ്യൂളിൽ പഠിച്ചതുപോലെ തന്നെ ജസ്റ്റ് വാല്യൂവിനെ എടുത്ത് നമ്മൾ സ്റ്റാക്കിലേക്ക് വെക്കുന്നു. അതിനെ എന്ത് ചെയ്യുന്നു, നമ്മൾ കറസ്പോണ്ടിങ് പ്രൊഡക്ഷൻസ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നു. അതിനുള്ള സിമാൻറ്റിക് റൂൾ നമുക്കിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, യൂണിവേഴ്സിറ്റിക്ക് എപ്പോഴും ചോദിക്കുന്ന പ്രോബ്ലമാണ്. ഓക്കെ, താങ്ക് യു.